ഗൈസ്, അപ്പം എന്തെങ്ങനെ ഇരിക്കുന്നതെന്നല്ലേ, രാവിലെ തന്നെ ചെറിയൊരു പണി കിട്ടി. അതാ കാണില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ വിടും. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഈ ബ്യൂട്ടിഫുൾ ലാവൻഡർ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. ഭയങ്കര സിമ്പിളാണ്, അപ്പോൾ കണ്ടാലോ. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ വൈറ്റ് യാൺ വെച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ വൈറ്റ് യാൺ വെച്ചിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണെങ്കിലും ഇത് അത്ര സിമ്പിളൊന്നും അല്ല കേട്ടോ. എൻ്റെ കൈ മുറിഞ്ഞ കാരണം. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടും. നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഇട്ട് ഒക്കെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളത് ചെയ്യുന്നത് എനിക്കറിയാം, അതൊക്കെ വിടും. അപ്പോൾ ആദ്യം തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ചെയിൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ലാവൻഡർ ഫ്ലവറിന് 60 ചെയിൻസാണ് ഞാൻ എടുക്കുന്നത്. ആ ഒരു ഡിസയർ ലെങ്ത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വലിപ്പം കൂട്ടണമെങ്കിൽ 70, 80 അങ്ങനെ എത്ര വേണമെങ്കിൽ എടുക്കാം. അതേപോലെ ചെറുതാക്കണമെങ്കിൽ അതേപോലെ തന്നെ ചെറുതും ആക്കാം. അപ്പോൾ അങ്ങനെ 60 ചെയിൻസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ 60 ചെയിൻസ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? നമ്മൾ ആദ്യത്തെ 2 ചെയിൻസ് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് മൂന്നാമത്തെ ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷേ അങ്ങ് ക്രിയേറ്റ് ചെയ്യാം. ഡബിൾ ക്രോഷേ ക്രിയേറ്റ് ചെയ്യാൻ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ഉണ്ടാക്കുക. അങ്ങനെ 2 ഡബിൾ ക്രോഷയാണ് ആദ്യത്തെ 2 ചെയിനിൽ ഉണ്ടാക്കേണ്ടത്. ഫസ്റ്റത്തെ 2 ചെയിൻ സ്കിപ്പാണ് ചെയ്യേണ്ടത്. അതിന് ശേഷമുള്ള 2 ചെയിനിലാണ് എന്ത് ചെയ്യേണ്ടത്? 2 ഡബിൾ ക്രോഷേ ഉണ്ടാക്കാം. അതിനുശേഷം 2 ചെയിൻസ് വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ട് അതേ സെയിം സ്റ്റിച്ചിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ടാക്കാം. ഇതുപോലെ ആ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഉണ്ട കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ഇടുക. എന്നിട്ട് 7 ചെയിൻസ് ഉണ്ടാക്കാം. അപ്പം നിങ്ങൾക്ക് വലിയ ഇതളൊക്കെ ആണ് വേണ്ടത് വെച്ചാൽ ഇതളെന്ന് വെച്ചാൽ ഉദ്ദേശിച്ച സംഭവം മനസ്സിലായില്ല. ലാവൻഡറിൻ്റെ ഈ ഒരു കുളും സാധനം, അത് വലുത് വേണമെങ്കിൽ 7 എണ്ണം എടുക്കാം, ചെറുത് വേണമെങ്കിൽ അതിനനുസരിച്ച് ചെറുതാക്കാം. ഓക്കെ, അതേപോലെ ചെയ്യാം. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് വഴി അതിനെ അറ്റാച്ച് ചെയ്യാം. അപ്പം ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ആദ്യം തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ദെൻ ചെയിൻ 7, എന്നിട്ട് ആ സെയിം സ്റ്റിച്ചിലേക്ക് ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സെക്യൂർ ആക്കാം. അങ്ങനെ നമ്മൾ ഇത് മൊത്തം തീരുന്ന വരെ, ആ എൻഡ് ചെയിൻ വരെ ഇതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാം. ഇതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനത്തെ ഒരു സാധനം കിട്ടും. നല്ല രസമല്ലേ? മുല്ലപ്പൊക്കെ മാറി തോന്നുന്നില്ലേ? അതൊക്കെ എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു വയർ എടുക്കുക. ഇത് ഞാൻ 20 mm വിട്ടുള്ളൊരു വയറാണ്, ഗ്രീൻ വയറാണ് എടുത്തത്. എന്നിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഹോട്ട് ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ബട്ട് എൻ്റെ കയ്യിലെ ഗ്ലൂ ഗണ്ണിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഞാൻ എൻ്റെ കൈ മുറിച്ചെടുത്തത്. സോ അതുകൊണ്ട് ഇപ്പം ഞാൻ തൽക്കാലം ഈ ഗം വെച്ചിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ഇത് ഒട്ടാൻ കുറച്ച് സമയം എടുക്കും, പക്ഷെ ഒട്ടിയാൽ നല്ല സ്റ്റിഫാട്ടോ. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ചുറ്റി കൊടുക്കാം. ബാക്കി ഭാഗം ഒട്ടിക്കൊന്നും വേണ്ട കേട്ടോ. ഇതിങ്ങനെ നമ്മൾ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് ചുറ്റി കൊടുക്കുക ചെയ്യേണ്ടത്. അങ്ങനെ ചുറ്റി അവസാനം വരെ ചുറ്റാം. എന്നിട്ട് അവസാനത്തെ ഭാഗത്തിലും സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ഗം എടുക്കാം. ഈ ഗമ്മ് തീരാനായി ഞാൻ അത്രയും യൂസ് ചെയ്തിട്ട് ഇത് അടിപൊളി സാധനമാണ്. കുറച്ച് സമയം എടുക്കും ഒട്ടാൻ. അത് കഴിഞ്ഞാൽ പക്ഷേ നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ആണ്, ഈവൻ വാട്ടർ പ്രൂഫും ആണ്. അപ്പോൾ ഇതിങ്ങനെ ചുറ്റി സെക്യൂർ ആക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ സ്റ്റെം ഭാഗം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനത് മറയ്ക്കലുണ്ട്, എന്നാലേ എനിക്ക് ക്രോഷേൻ്റെ ഭംഗി കിട്ടാറുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഗമ്മ് തേക്കുക. എന്നിട്ടൊരു ഗ്രീൻ യാൺ എടുക്കുക. എന്നിട്ട് അതിനെ ഫസ്റ്റ് ഒന്ന് സ്ഥലത്ത് വെച്ചിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ മെല്ലെ ചുറ്റി കൊടുക്കുക. നേരത്തെ പോലെ തന്നെ ചുറ്റി അതിങ്ങനെ വരും. നല്ല രസമാണ് ചെയ്യാൻ, എനിക്കിഷ്ടം. അങ്ങനെ ചുറ്റി അവസാനം എത്താനാകുമ്പോൾ വീണ്ടും ഗമ്മ് വെച്ചിട്ട് തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിനെ നല്ല രീതിയിൽ സെക്യൂർ ചെയ്യും. അപ്പം തന്നെ കഴിഞ്ഞ് നമ്മുടെ പണി കഴിഞ്ഞു. ലാവൻഡർ ഫ്ലവർ റെഡിയായി. സിമ്പിളല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് തരണം. ആൻഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം, ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ബൈ ഗായ്സ്.